ഗുഡ് മോർണിംഗ്. അപ്പോൾ അതേ രാവിലെ നേരം എടുത്തു. ഇതുണ്ടല്ലേ റൂമിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. സൂപ്പറല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് നടക്കാൻ ഇറങ്ങും കേട്ടോ. ഇവിടെ അടുത്ത് കുറച്ച് നടക്കാൻ പറ്റിയ കുറച്ച് സ്ഥലമുണ്ട്. ജസ്റ്റ് ഒന്ന് നടന്നേച്ച് വരാം. നമ്മുടെ റൂമിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു ചെറിയൊരു വാക്ക് വേ ആണ്, ഒരു പാത്ത് അല്ലെങ്കിൽ ഒരു ബാൽക്കണി എന്നൊക്കെ പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ബാൽക്കണി. നല്ല വുഡൻ തീമിലും അത് പുറത്തുനിന്ന് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നിലായിട്ട് ചെറിയൊരു പാർക്കുണ്ട്. കുഞ്ഞുങ്ങൾക്ക് കളിക്കാനാണെങ്കിലും ഫാമിലി ആയിട്ട് വന്നിരിക്കാനാണെങ്കിലും പറ്റിയൊരു സ്പേസ് ഉണ്ട്. എൻ്റെ സ്വന്തമൊക്കെ പോയിട്ടുണ്ട്, കണ്ടിന്യൂസ് ട്രാവൽ ആയത് കാരണമാവും. പിന്നെ എന്താ പറയുക, നല്ല രസമാണ്. കട്ടനൊക്കെ പിടിച്ചത് അവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റും ഒന്ന് നടന്ന് കാണാം എന്തൊക്കെയാണുള്ളത്. പിന്നെ ഇവിടുത്തെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ എന്തായാലും 1-2 റൂംസിലൂടെ ഒരാൾക്കാർ ചെക്കൗട്ട് ചെയ്യാനുണ്ട്. പോൾ വില്ല മെയിനാണ്, നമുക്കതെന്തായാലും ഒന്ന് കാണണം. എന്താണെങ്കിലും ഈ പ്രോപ്പർട്ടിയിൽ വരുന്നവരെ ഇവിടെ ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റുമുള്ള കാഴ്ചകൾ കാണാണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. മൊത്തത്തിൽ അടിപൊളിയാണ്. ഈ പ്രോപ്പർട്ടിയിൽ പറയുകയാണെങ്കിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കള്ളിമാലി വ്യൂ പോയിൻ്റാണ്. കള്ളിമാലി വ്യൂ പോയിൻ്റ് നമ്മുടെ റൂമിലെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നേരെ നോക്കുന്നത് നമ്മുടെ കള്ളിമാലി വ്യൂ പോയിൻ്റാണ്. ഒരു ഇൻഫിനിറ്റി പൂൾ, അതാണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടൊക്കെ വരുവാണെങ്കിൽ ഒന്നിച്ച് ചില്ല് ചെയ്യാം, നല്ല രസമാണ്. വൈകുന്നേര സമയത്ത് സൺസെറ്റിൻ്റെ ടൈമിലൊക്കെ പുള്ളിൽ നിൽക്കുവാണെങ്കിൽ സൂപ്പറായിരിക്കും. അപ്പോൾ ഇതാണ് ഈ പ്രോപ്പർട്ടിയിലെ മെയിൻ ഹൈലൈറ്റ്, ഇവിടുത്തെ ഇൻഫിനിറ്റി പൂളാണ്. ഇൻഫിനിറ്റി പൂൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നേരെ കാണുന്നത് മലനിരകളും താഴത്തെ കള്ളിമാലി വ്യൂ പോയിൻ്റൊക്കെയാണ്. അപ്പോൾ 7 to 7 ആണ് ഇവിടുത്തെ പൂൾ ടൈമിംഗ് വരുന്നത്. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വന്ന് സേഫായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പൂൾ തന്നെയാണ്. ഭയങ്കര രസമാണ്. വൈകുന്നേരത്തെ ടൈമിൽ, അതായത് സൺസെറ്റിൻ്റെ ടൈമിൽ വേണം ഈ പൂളിൽ നിൽക്കാനായിട്ട്. അടിപൊളിയാണ്, നല്ലൊരു വൈബായിരിക്കും. ന്യൂലി മാരിഡ് കപ്പിൾസ് ആണെങ്കിലും ഇവിടെ വന്ന് എന്താ പറയുക ചില്ല് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സേവ് ദ ഡേറ്റും ഫോട്ടോഷൂട്ട്സും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ എന്താണെങ്കിലും സൂപ്പർ. ഈ ഒരു പ്രോപ്പർട്ടിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു വഴിയാണ്. മരങ്ങളുണ്ട്, 2 സൈഡിലും ചെടികളുണ്ട്. നമ്മൾ എവിടെ വരുവാണെങ്കിലും ഇങ്ങനത്തെ റിസോർട്ടിലേക്ക് വരുവാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ആ ഒരു കോമ്പൗണ്ടിന് ചുറ്റും ഒന്ന് നടക്കുമ്പോൾ ഒരു ഭയങ്കര പ്ലസൻറ്റ് ഫീലാണ്. ആ ഒരു ഡേ ഭയങ്കര പോസിറ്റീവായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. രാവിലെ എഴുന്നേൽക്കുവാണെങ്കിൽ ഈ കിളിനാദവും ഈ പക്ഷികളുടെ ഒച്ചയും എല്ലാം നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും. നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ആൻഡ് ആ ഒരു ഡേ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ്. വെറുതെ എഴുന്നേൽക്കുക, ചുമ്മാ ഇങ്ങ് നടക്കുക, ഒരു കട്ടറൊക്കെ കുടിച്ച് സെറ്റായിരിക്കും. ഈ ഒരു റിസോർട്ട് എന്തുകൊണ്ട് ഓപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് അവേ ഫ്രം ക്രൗഡ്, അല്ലെങ്കിൽ വേറെ ടൂറിസ്റ്റോ ബഹളമോ ഒന്നുമില്ല. നമുക്ക് പീസ്ഫുള്ളായിട്ട് നല്ലൊരു ഹിൽ സ്റ്റേഷനിൽ വന്ന് നിൽക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ട് ഒരു നല്ല ടൈം സ്പെൻഡ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് എന്താണെങ്കിലും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു റിസോർട്ട് തന്നെയാണ് രാഗമയ. ആൻഡ് ഇറ്റ്സ് ഫേമസ് ടു. ദ മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ ദ മെയിൻ USB എന്ന് പറയുന്നത് ഇവിടുന്ന് കള്ളിമാലിയിലേക്കുള്ളൊരു വ്യൂ പോയിൻ്റാണ്. ആ വ്യൂ പോയിന്റിൽ തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത് തന്നെ. അതുകൊണ്ട് നമുക്ക് ശരിക്കും പർട്ടിക്കുലർലി ആ ഒരു വ്യൂ പോയിന്റിലേക്ക് പോകണമെന്നൊന്നുമില്ല. നമ്മുടെ റൂമിലെ ബാൽക്കണിയിൽ നിന്നാൽ തന്നെ നമുക്ക് ആ വ്യൂ പോയിന്റ് കാണാൻ പറ്റും. പിന്നെ ഒരുപാടധികം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവർ ഇവിടുന്ന് ജീപ്പ് സഫാരി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗസ്റ്റിന് എയർപോർട്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് മൂന്നാർ സൈറ്റ് സീയിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാടധികം സേവ് ദ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഞാൻ ക്യാമ്പ് ഫയർ പിറ്റിലായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ക്ലൈമറ്റ് കോമൺലി, അതായത് മൂന്നാറാണെങ്കിൽ പോലും ചൂടാണ് അത്യാവശ്യം. രാത്രിയും രാവിലെയും മാത്രമാണ് കുറച്ച് തണുപ്പുള്ളത്. ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഫുഡ് അടിപൊളി ഫുഡാണ്. ഒരു പ്രസൻറ്റേഷൻ ആണെങ്കിലും ടേസ്റ്റ് ആണെങ്കിലും ഓവറോൾ അടിപൊളി. വൈകുന്നേരത്തെ കോഫിയും സ്നാക്സും എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന സമയത്ത് പോലും നമുക്ക് പുറത്തോട്ട് നല്ല വ്യൂ ആണ്. പിന്നെ ഈ ഒരു റിസോർട്ടിന് ചുറ്റും എന്തൊക്കെ കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ മെയിൻലി ഇത് കള്ളിമാലി വ്യൂ പോയിൻറ്റ്, മുളന്തണ്ടുണ്ട് ഓഫ് റോഡ് പോകാനായിട്ട്. പിന്നെ പൂപ്പാറ കുറച്ച് ദൂരം തന്നെയുള്ളൂ. പിന്നെ തൊട്ടടുത്ത് പൊന്മുടി ഡാമുണ്ട്, പിന്നെ സ്വർഗമ്മേടുണ്ട്. അങ്ങനെ കുറച്ചധികം നല്ല സ്പോട്ട്സ്. പിന്നെ പൊന്മുടി ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. നമുക്ക് പണ്ട് അതിലെ കാർ ഓടിച്ച് വരായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ നിന്ന് പോയി കാണാൻ പറ്റും. തൊട്ടടുത്ത് തന്നെയുള്ളൂ, വലിയ ദൂരമൊന്നുമില്ല. ഫാമിലീസൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിസോർട്ട് തന്നെയാണ്. നമ്മുടെ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും എന്ത് വണ്ടിയാണെങ്കിലും സുഖമായിട്ട് റിസോർട്ടിൻ്റെ മുന്നിൽ വരെ എത്തും. വേറെ ടെൻഷൻസ് ഒന്നുമില്ല. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും സേഫായിട്ട് ഇവിടെ വന്ന് അവർക്ക് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സംഭവങ്ങൾ. ഇനിയിപ്പോൾ ഇവിടുത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അടിപൊളി, സൂപ്പർ. ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണ് നോക്കണ്ടേ? അപ്പോൾ അതേ സൗത്ത് ഇന്ത്യൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. സാമ്പാർ, ഇഡ്ഡലി, ദോശ, ഉപ്മാ, സ്പ്രിംഗ് റോൾ, പഴംപൊരി, ഇത് ഭട്ടൂര, ചോള മസാല, ചോള മസാല വലിയ കടലയാണെന്ന് തോന്നുന്നുണ്ടോ. ഇതിനകത്ത് മുട്ട പുഴുങ്ങിയതും സോസേജും, പിന്നെ ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ സാലഡ്സും സാൻഡ്വിച്ചൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഡ്രിങ്ക് വെച്ചിട്ടുണ്ട്, പിസ്ത, വാട്ടർമെലൺ, പിന്നെ ബട്ടർ മിൽക്ക്, പിന്നെ കോൺഫ്ലേക്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഇരിക്കണ്ട,
ഇവിടെ ഇരിക്കാം. ഇവിടെ അല്ലേ അടിപൊളി. ഈ റിസോർട്ടിൽ ഒരു ആയുർവേദിക് സ്പായും കൂടി ഉണ്ട്. നമുക്ക് എന്തായാലും അവിടെ നിന്ന് പോയിട്ട് വരാം. സ്പെഷ്യൽ കോട്ടേജ്, അതായത് ഹണിമൂൺ പൂൾ വില്ല. ഒരു രക്ഷയില്ല. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു പഴയ ട്രഡീഷണൽ കോവിലകം സ്റ്റൈലിലാണ് ഇത് സംഭവം പണിതേക്കുന്നത്. ഭയങ്കര ഫീലായിരിക്കും. എനിവേ കപ്പിൾസിനൊക്കെ ആണെങ്കിൽ റിയലി ദേ വിൽ എൻജോയ്. ഉറപ്പാണ്. ഈ ഒരു ആംബിയൻസും ഈ ഒരു വർക്ക്സും കാര്യങ്ങളെല്ലാം അടിപൊളിയുണ്ട്. മുന്നിലായിട്ട് ഈ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പഴയ തറവാട്ടിലേക്ക് കയറുന്നൊരു ഫീൽ തന്നെയാണ്. ഇവിടെ ഒരു കളത്തലയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത്. വലിയ ബെഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വാളാട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹണിമൂൺ കോട്ടേജാണ്. ഓക്കെ ആയിക്കോട്ടെ. ഇവിടെ ഒരു കെറ്റിലുണ്ട്, പിന്നെ ടി വി ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ബാഗൊക്കെ വെക്കാനായിട്ടുള്ളൊരു സംഭവം വെച്ചിട്ടുണ്ട്. ലാംപ്സ് ഉണ്ട്. നല്ല കംഫർട്ടായിട്ടുള്ള ഒരു ബെഡാട്ടോ. ആൻഡ് ഇവിടുത്തെ ഈ ഒരു കട്ടിൽ നോക്കുവാണെങ്കിൽ ഇതും ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. വളാട്ട് എ സി എന്താണെങ്കിലും ഉച്ച ടൈമിലൊക്കെ ആവശ്യം വരും. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ആ ഒരു വുഡൻ സ്ട്രക്ചർ നമ്മുടെ പഴയ കോവിലകം സെറ്റപ്പിൽ തന്നെയാണ്. നമുക്കിത് വേണമെങ്കിൽ ക്ലോസ് ചെയ്തിടാം. ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ തൽക്കാലം ലൈറ്റ് കയറത്തില്ല, അപ്പോൾ നമുക്ക് തുറന്നിടാം. അപ്പോൾ ഈ നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ പഴയ തറവാട്ടിലൊക്കെ കണ്ട് മറന്ന കുറേ സംഭവങ്ങൾ ഞാനിപ്പോൾ ഇവിടെ കണ്ടു. ഇതുപോലെയുള്ള ഈ വരഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതിൻ്റെ പേരെനിക്കറിയില്ല. ആ ഒരു ബാംബു ടൈപ്പ് ഓഫ് സംഭവമാണ്. അതാണ് ഇവിടെ ഷെൽഫായിട്ടൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വാർഡ്രോബ് ഉണ്ട്, ഒരു ലോക്കർ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. തറവാടിൻ്റേതായിട്ടുള്ളൊരു ഫീല് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പഴയ തറവാട്ടിലെ മണിയറയിൽ കയറുന്നൊരു ഫീൽ തന്നെയായിരിക്കും ഇങ്ങോട്ട് കയറുമ്പോൾ കിട്ടുന്നത്. ആ ഒരു എന്താ പറയുക, ഒരു പഴയ ആ വുഡിൻ്റെ മണവും ആ ഒരു വാം ലൈറ്റും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു നല്ലൊരു ഫീൽ ഗുഡ് ആംബിയൻസ് കിട്ടുന്നൊരു സംഭവമാണ് ഇവിടെ. ഈ ഒരു ബെഡേൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, കാണുന്നില്ല അല്ലേ? ഓക്കെ, ഇതാണ് പുറത്തേക്കുള്ള വ്യൂ. നമുക്ക് കള്ളിമാലി വ്യൂ പോയിൻ്റാണ്. അവിടെ ഒരു ഇരിക്കാനായിട്ടുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ട്. പിന്നെ കല്ലിൽ തീർത്ത 2 സിംഹക്കുട്ടന്മാരോട് ഇരിപ്പുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാണ് ഇവിടെ നമുക്കൊരു ചെറിയൊരു സോഫ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കളേഴ്സൊക്കെ കണ്ടില്ലേ, ഒരു രാജകീയമായൊരു കളേഴ്സാണ്. ഒരു കളർ കോമ്പോ ഒക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചാണ് ചെയ്തേക്കുന്നത്. ഇവിടെയും നമ്മുടെ റൂമിൽ കണ്ട പോലെ തന്നെ ബോട്ടിൽസ് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കപ്പ് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്താണ്. അപ്പോൾ ഇതിനകത്ത് ഇത് കോംപ്ലിമെൻ്ററി അല്ല, ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതിനകത്തും സോഡ, പെപ്സി, 7up, 5 സ്റ്റാർ എല്ലാം ഉണ്ട്. ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട്. ആൻഡ് പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു വാഷ്റൂമാണ്. ഒരു രക്ഷയില്ലാത്ത ബാത്റൂമാട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്പേഷ്യസ് ആണ്. ഇവിടെ തന്നെ ഒരു കട്ടിലിട്ട് കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസ് ഇവിടെ ഉണ്ട്. ഒരു ഷവർ പാർട്ടീഷൻ ഉണ്ട്. അതുപോലെ തന്നെ കൊമോഡ് ഇവിടെ ഇരിപ്പുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. ഓടി നടന്ന് കുളിക്കാൻ മറന്നു. ഇറ്റ്സ് എ ഹണിമൂൺ കോട്ടേജ്. അപ്പോൾ ഇവിടെ ടവൽസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആംബിയൻസ് ലൈറ്റ് ഇവിടെ വീഴുന്നുണ്ട്. നല്ല എക്കോ ഉണ്ടാവും മേ ബി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെയും നമുക്കിത് ഹെയർ ഡ്രയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടവൽസ് ഉണ്ട്. പിന്നെ നമുക്കിത് സോപ്പും അതുപോലെ തന്നെ ഹെയർ കണ്ടീഷണർ, മോയ്സ്ചറൈസറും കാര്യങ്ങളും ഡെൻ്റൽ കിറ്റും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡോറ് പുറത്തേക്ക് തുറന്നിറങ്ങി കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ പൂൾ വരുന്നത്. ഫുള്ളി പ്രൈവസി ഉള്ള സ്ഥലമാണ്. ഒരു രീതിയിലും ആൾക്കാർക്ക് ഇവിടെ ഒരു ആക്സസ് ഇല്ല. നമുക്ക് ഒരു രീതിയിലുള്ള കാഴ്ചയും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ സമാധാനമായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൂൾ വില്ല തന്നെയാണ് കേട്ടോ. ആരും ഇവിടെ വന്ന് എത്തി നോക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈവസിയിലേക്ക് കൈയടത്താനായിട്ട് ആരും വരത്തില്ല. അപ്പോൾ നമ്മുടെ ഉച്ചയ്ക്കുള്ള ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് പോർഷൻ എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇത്ര എടുത്തേക്കുന്നത്. വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കട്ടല്ലോ. വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ സെഷ്വാൻ ചിക്കൻ നൂഡിൽസ്. അപ്പോൾ കഴിച്ചിട്ട് കാണാം കേട്ടോ. നല്ല വിശപ്പുണ്ട്.
അപ്പോൾ ഇത് ഇതാട്ടോ നമ്മുടെ രാഗമയിലെ പൊന്മുടി ഗ്രാൻഡ് സ്യൂട്ട് എന്ന് പറയുന്ന ആ ഒരു കോട്ടേജ് വില്ല റൂംസ്. ഇതിനകത്ത് വരുന്നേക്കുന്നത് ഇത് കണ്ടില്ലേ, ഒരു വലിയ കോമൺ ഏരിയ ഉണ്ട്. നമ്മൾ നേരത്തെ റൂംസിലൊക്കെ കണ്ടേക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു ടി വി ഉണ്ട്, പിന്നെ വാൾ ആർട്ട് ഉണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും റൂം സ്പേഷ്യസ് ആകുമ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയും അല്ലെങ്കിൽ ആ ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടുന്നത്. അതെന്തായാലും ഇവിടെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഒരു വലിയ ഫാമിലി ആയിട്ടൊക്കെയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷൻ കേട്ടോ ഇത്. ഇവിടെയും അതുപോലെ തന്നെ ഒരു വലിയ മിററും ടീ കോഫി മേക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പുറത്തിരുന്ന് ചായ കുടിക്കാനായിട്ടുള്ള ടേബിളും ചെയറും ഒക്കെ ഉണ്ട്. ആൻഡ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല വലിയ ബാൽക്കണിയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല പീസ്ഫുള്ളി നമുക്ക് ഇരുന്ന് ഇങ്ങനെ സൺസെറ്റൊക്കെ കാണാൻ പറ്റും. ഇവിടെ സൺസെറ്റിൻ്റെ ടൈം ആയിട്ടുണ്ട്. അടിപൊളിയല്ലേ? ഇവിടെ താഴത്ത് ഫോറസ്റ്റ് ഉണ്ട്, മുകളിൽ സൺസെറ്റ് ഉണ്ട്, സൈഡിലായിട്ട് പൊന്മുടി ഡാമിൻ്റെ കാശ്മീരിൻ്റെ ഏരിയ കാണുന്നത്. ആൻഡ് ഇവിടുത്തെ റൂം ഞാൻ കാണിച്ചില്ല അല്ലേ, റൂം കാണിച്ചു തരാം കേട്ടോ. ഇതൊരു സോഫ കം ബെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആൾക്കാർ വരുവാണെങ്കിൽ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. ആൻഡ് ഇവിടെയും ഒരു വാഷ്റൂം ഉണ്ട് കേട്ടോ. ഇത് ഒരു നോർമൽ ഒരു വാഷ്റൂമാണ്, പക്ഷേ ഇതല്ലാണ്ട് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂം ആ റൂമിൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് ഇവിടുത്തെ ആ ഒരു മെയിൻ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇവിടെയും എല്ലാ റൂമിലും AC വെച്ചിട്ടുണ്ട്. അത് കാരണം വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു ബാൽക്കണിയോ സംഭവങ്ങളോ ഒന്നുമില്ല. പക്ഷേ നമുക്ക് നമ്മുടെ റൂമിലിരുന്നിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ ബെഡിലിരുന്നിട്ട് തന്നെ വ്യൂ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂമും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. ഈ വാഷ്റൂമും ആ റൂം പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഇവിടെ കബോർഡും സംഭവങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല കേട്ടോ. പൂളിൻ്റെ ആ ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെ. ഞാനിവിടെ വന്നിട്ട് ഇതുവരെ പൂളിൽ ഇറങ്ങിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പൂളിലേക്കൊക്കെ ഇറങ്ങി ഒന്ന് സമാധാനമായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല, ഞാൻ എൻ്റെ കുളിസീനൊന്നും കാണിക്കത്തില്ല. അപ്പോൾ ഓക്കെ, ബൈ. ഫൈനലി 2 ദിവസത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു രക്ഷയില്ല, മനസ്സോടെയാണ് ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകുന്നത്. കാരണം അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. സീരിയസ്ലി ഐ എം റിയലി ഇംപ്രസ്ഡ്. ഒരു രക്ഷയില്ലാത്തൊരു പ്രോപ്പർട്ടി. ഈ സ്ഥലമാണെങ്കിലും ഇവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിലും ഇവിടുത്തെ ഫെസിലിറ്റീസ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് ബെറ്ററാണ്. ഇവിടുത്തെ സ്റ്റാഫൊക്കെ രക്ഷയില്ല, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഭയങ്കര പൊളൈറ്റാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മൾ എന്താണോ പറയുന്നത് അവരതുപോലെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പം കൊണ്ട് തരുവാണ്, അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിക്കുവാണ്. എന്ത് ഇൻഫർമേഷൻസ് ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലി ആയിട്ടൊക്കെ നമുക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ പോകണം, ഫാമിലി ആയിട്ടുള്ള മൊമെൻറ്റ്സ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം, എന്താ പറയുക, അവരുമായിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ റിസോർട്ടാട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർ ബൈ അട്രാക്ഷൻസ് ആയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മളെ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് ദ പീസ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വാക്ക് വേയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഇൻഫിനിറ്റി പൂളുണ്ട്, ഒരു സമാധാനമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് വന്നത്, പക്ഷേ അതിൻ്റേതായിട്ടുള്ളൊരു കുറവുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവർ കൂടെ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം കുറച്ചുകൂടി കളറാവുന്നത്. ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പ്രകൃതിയൊക്കെ കണ്ടിങ്ങനെ നിൽക്കാൻ പറ്റും. അതർ സൈഡ് അടിപൊളിയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ കപ്പിൾസൊക്കെയാണ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഹാവ് എ ഗുഡ് ടൈം. അടിപൊളിയായിരിക്കും. ഇവിടുത്തെ ആംബിയൻസും എല്ലാം അടിപൊളിയാണ്. ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റാണ്, ഒന്നും പറയാനില്ല. എന്താണെങ്കിലും ഞാനിപ്പോൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി വീണ്ടും വരണം, എനിക്കിന്ന് നല്ല ആഗ്രഹമുണ്ട്. ഉറപ്പായിട്ടും വരും. താങ്ക് യു സോ മച്ച് രാഗമയ റിസോർട്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ ഒരുപാട് അധികം ഹാപ്പിയാണ്. ഡെഫിനറ്റ്ലി ഞാൻ എല്ലാവരിലേക്കും സജസ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു പ്രോപ്പർട്ടി. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം.
ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജാക്കാടാണ്, നിയർ ബൈ ടൗൺ. അത് മാത്രമല്ല കള്ളിമാലി എന്ന് പറയുന്നൊരു വ്യൂ പോയിൻ്റ് ഫേമസ് ആണ്. അപ്പോൾ അവിടുത്തെ സൺസെറ്റ് അടിപൊളിയാണ്. കള്ളിമാലിയിൽ സൺസെറ്റ് കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പോൾ സൺസെറ്റ് കാണാനായിട്ട് ഇവിടെ റൂം എടുത്താലും സീനൊന്നുമില്ല. ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു കട്ടനൊക്കെ പിടിച്ച് ആ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പൊളിമൂട് അമ്പാടിയാണ്. എനിവേ ഞാൻ ഒരുപാടധികം എൻജോയ് ചെയ്തു. 2 ദിവസം പോയതേ അറിഞ്ഞില്ല. ഭയങ്കര കംഫർട്ടബിൾ സ്റ്റേ ആയിരുന്നു. താങ്ക് യു സോ മച്ച് നീഡ് സ്റ്റേസ്. അവരാണ് എനിക്ക് ഈ ഒരു സ്റ്റേ അറേഞ്ച് ചെയ്ത് തന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക ലക്ഷറി റിസോർട്ട്സും ഹാൻഡിൽ ചെയ്യുന്ന ബുക്കിംഗ്സൊക്കെ എടുക്കുന്ന ഒരു ടീമാണ് നീഡ് സ്റ്റേസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള റിസോർട്ട്സും കാര്യങ്ങൾക്കൊക്കെ ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യണം അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക രാഗമയ റിസോർട്ടുമായിട്ട്. അപ്പോൾ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. It's a must visit place, man. Adioli. Thank you so much.